بسم الله الرحمن الرحيم. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്നത് ഇസ്ലാം കാര്യം 5 എന്ന് നമുക്കറിയാം. ഈ 5 കാര്യങ്ങളും പ്രവർത്തിപദത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പൊ 2 ഷഹാദത്ത് കലിമകൾ ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് 2 ഷഹാദത്തു കലിമകൾ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്നാണ്. അങ്ങനെയാണ് എൻ്റെയൊക്കെ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നതോടൊപ്പം പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഈ 5 കാര്യങ്ങളും പ്രവർത്തിപദത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ആരാധനകളാണ്. ഈ ആരാധനകളിലൂടെ പ്രപഞ്ചനാഥൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധി നേടിയെടുക്കുക എന്നുള്ളതാണ്. സൂറത്തു ബക്കറയിലെ 21-ാമത്തെ വചനം പരിശോധിച്ച് നോക്ക്. അവിടെ മനുഷ്യ സമൂഹത്തെ വിളിച്ചിട്ട് അള്ളാഹ് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യാ യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിത വിശുദ്ധി നേടിയെടുക്കുന്നവരായേക്കാം, അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയെന്ന്. അപ്പൊ തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് ജീവിത വിശുദ്ധി. ആ തഖ്വ എന്ന് നമ്മൾ അതിനെന്ത് ചെയ്യും? അറബിയിൽ പറയും. ഇനി 2-ാമത്തെ നമസ്കാരം എടുത്തു നോക്ക്. എന്തിനാണ് നമസ്കരിക്കുന്നത്? ഒരു എക്സസൈസ് ആണോ? നമസ്കാരത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് മൂസ അലൈഹിസ്സലാമിയോട് നമസ്കാരത്തെ കുറിച്ച് കൽപ്പിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞത് അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നീ നമസ്കാരം നിലനിർത്തുക. സൂറത്തു ത്വാഹയിൽ കാണാം. അഖിമിസ് സ്വലാത്ത, നീ നമസ്കാരം മുറപ്രകാരം അതിൻ്റെ സമയത്തു തന്നെ നിർവഹിക്കണം. എന്തിന്? ലിദിക്രി, എന്നെ കുറിച്ചുള്ള ബോധം നിന്റെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി. സൂറത്തു അങ്കബൂത്തില് നമസ്കാരത്തെ പരിചയപ്പെടുത്തുമ്പം കാണാം, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ. തീർച്ചയായിട്ടും നമസ്കാരം തൻഹ, അത് വിലക്കും, നമസ്കാരം വിലക്കുന്നു, അനിൽ ഫഹ്ശായി, വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്, വൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും. അപ്പൊ നമസ്കാരം തടയുന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമസ്കരിക്കുന്ന വ്യക്തിയാണോ കൃത്യമായി മനസ്സാന്നിധ്യത്തോടു കൂടി നമസ്കാരം നിർവഹിക്കുന്നവനാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? ഫഹ്ശാകൾ ഉണ്ടാവില്ല, നീച പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, പോരാ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ പോലും ഉണ്ടാവുകയില്ല. എന്നിട്ട് അവിടെയും ഖുർആൻ എടുത്തു പറഞ്ഞു, വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിലനിർത്തുക എന്നത് വലിയ കാര്യമാണ്. നമുക്ക് നമസ്കാരത്തിന്റെ ലക്ഷ്യം എന്താ? 5 നേരത്തെ നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടത് ജീവിത വിശുദ്ധിയാണ്, തഖ്വയാണ്, ധാർമ്മിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ജീവിക്കാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമസ്കാരത്തെക്കുറിച്ച് ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിലുള്ള എല്ലാവിധ തിന്മകൾക്കെതിരെയും പ്രതികരിച്ചു, ഷിർക്കിനെതിരെ പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ ആ നാട്ടിൽ ഉപഭോക്താവിനെ വഞ്ചിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ജനങ്ങളെ, ഉപഭോക്താവിനെ വഞ്ചിക്കുക, അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുക. ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ആ നാട്ടിലെ പ്രമാണിമാരായ ആളുകൾ ഷുഐബ് അലൈഹിസ്സലാമിയോട് ഉന്നയിച്ചൊരു ചോദ്യം ഖുർആൻ സൂറത്തു ഹൂദിൽ 80 ശേഷം പഠിപ്പിച്ചിരുന്നുണ്ട്. ആ സ്വലാത്തുക്കത്ത് ഉമുറുക്ക എന്ന ചോദ്യം. നിന്റെ നമസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തടുക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? നമസ്കരിക്കുന്ന
കൃത്യനിഷ്ഠയോടുകൂടി ആ ആരാധന നിർവഹിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അധാർമികതകൾ ഉണ്ടാവാൻ പാടില്ല ഒരു മേഖലയിലും. അപ്പം നമസ്കാരത്തിൻ്റെയും ലക്ഷ്യം മനുഷ്യനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പര്യാപ്തമാക്കുക എന്നാണ്. സക്കാത്ത് 3 സ്വർണം കൊടുക്കും, അല്ലെങ്കിൽ വെള്ളി, പച്ചക്കറി, പഴം, കറൻസി, ഇതൊക്കെ സക്കാത്തായിട്ട് നൽകും. കിട്ടുന്ന ആൾക്ക് അത് ഭക്ഷണത്തിനോ മരുന്നിനൊക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷെ കൊടുക്കുന്ന ആൾക്ക് എന്താ അതിലൂടെ ലഭ്യമാവേണ്ടത്? സൂറത്തു തൗബയിലെ 103 വചനം പരിശോധിച്ചാൽ കാണാം, ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ. പ്രവാചകനോട് അള്ളാന്റെ കൽപ്പനയാണ്, അവരുടെ സ്വത്തിൽ നിന്ന് നീ നിർബന്ധ ദാനം സ്വീകരിക്കണം. എന്തിനാണത്? തുതഹിറുഹും വതുസക്കീഹിം എന്ന, അത് അവരെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്, അവരെ സംസ്കാര സമ്പന്നരാക്കേണ്ടതുണ്ടെന്ന്. അപ്പൊ നമ്മൾ കറൻസി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സ്വർണം സക്കാത്തിന്റെ വിഹിതമായി നൽകുമ്പോൾ, പച്ചക്കറിയോ പഴങ്ങളോ സക്കാത്തിന്റെ വിഹിതമായി നൽകുമ്പോൾ, അതിലൂടെ അയാളുടെ ജീവിതത്തിൽ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധീകരണം ലഭ്യമാവണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തുതഹിറുഹും വതുസക്കീഹും, അത് തന്നെയാണ് ആ വിശുദ്ധി. എല്ലാ മേഖലയിലും വിശുദ്ധി നേടിയെടുക്കുക. ഹറാം എൻ്റെ സ്വത്തിലുണ്ടാവുകയില്ല. കാരണം നിർബന്ധമായിട്ട് ഞാൻ നൽകേണ്ട ആ ശതമാനം ഞാൻ പാവപ്പെട്ടവൻ്റെ അവകാശം നൽകിയിരിക്കും. അതിലൂടെ എല്ലാ മേഖലയിലും അയാൾ ശുദ്ധീകരണം വരുത്തുന്നു. നോമ്പെന്തിനാ? കൊളസ്ട്രോൾ കുറക്കാൻ, അല്ലെങ്കിൽ ഷുഗർ ഒന്ന് ക്രമീകരിക്കാൻ. എന്തിനാണ്? ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തിനാ? യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിയമമാക്കിയിട്ടുണ്ട്. എന്തിന്? തഖ്വയുള്ളവരാവാൻ വേണ്ടി. അപ്പം അന്നപാനീയങ്ങളൊക്കെ വെടിയുന്നു, ദാഹം സഹിച്ചു, ക്ഷീണം സഹിച്ചു, 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം, ഈ ആരാധന നിർവഹിക്കുന്നതിലൂടെ ജീവിതത്തിൽ എന്ത് വേണം? തഖ്വ നേടിയെടുക്കണം, ജീവിത വിശുദ്ധി നേടിയെടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജാണുള്ളത് അല്ലേ? എന്തിനാണ് ഹജ്ജ്? ഹാജിയാരെ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ല വേറെ എന്തെങ്കിലും ആണോ ഹജ്ജ്? ഹജ്ജിന് പോകുന്നവന്റെ മുമ്പിൽ ചില നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് ഖുർആൻ. സൂറത്തു ബഖറയിലെ 97 മുതലുള്ള വചനങ്ങളിൽ അവിടെ ഹജ്ജിന്റെ മാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഹജ്ജിന് പോകുന്ന ആളോട് പറയാണ്, വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള വിഭവം കരുതണമെന്ന്. ഹജ്ജിന് പോകുന്ന ആള് ഒരു 40 ദിവസം 30 ദിവസമൊക്കെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കണം അല്ലെ? ഇപ്പൊ ഗവൺമെന്റ് പോകുകയാണെങ്കിൽ ഒരു 5 ലക്ഷമൊക്കെ മുടക്കണം, പ്രൈവറ്റ് ആണെങ്കിൽ അതിലേറെ മുടക്കണം. അപ്പൊ നല്ല സാമ്പത്തികം അതുപോലെ തന്നെ ശാരീരികമൊക്കെ വളരെ പ്രയാസം സഹിച്ചു നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് നമ്മളൊക്കെ പറ്റി ഹജ്ജ്. പക്ഷെ ആ ഹജ്ജിന് പോകുന്ന ആള് യാത്രാ വിഭവം കരുതണമെന്ന് അല്ലെ? ഭക്ഷണത്തിനുള്ളത്, മരുന്ന്, വസ്ത്രം, ഇതൊക്കെ കരുതും അല്ലെ? അച്ചാറൊക്കെ കൊണ്ടുപോകും, ചെറിയ അരിയൊക്കെ കൊണ്ടുപോകും. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കണം എന്ന് വിചാരിച്ചല്ലേ? എന്നാൽ അത് പറഞ്ഞ സമയത്ത് തന്നെ ഖുർആൻ തൊട്ടടുത്ത് പറഞ്ഞു, ഫഇന്ന ഖൈറ സാദി അത്തഖ്വ. യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് തഖ്വയാണ് കേട്ടോ എന്ന്. അതെവിടുന്നാ കിട്ടുക? തഖ്വ മരുന്ന് ഷാപ്പിൽ ചെന്നിട്ട് ഞാൻ ഹജ്ജിനും ഉണ്ട് കുറച്ച് തഖ്വ ഉണ്ടാറിഞ്ഞാൽ കിട്ടുമോ? അരി വാങ്ങിയെടുത്തുനിന്ന് കിട്ടുമോ? തുണി വാങ്ങിയെടുത്തുനിന്ന് കിട്ടുമോ? ഇതെവിടുന്നാ കിട്ടേണ്ടത്? ആ ഹജ്ജിന്റെ മുമ്പ് അവൻ നിർവഹിക്കുന്ന നോമ്പ്, അതുപോലെ സക്കാത്ത്, നമസ്കാരം, അവൻ ഉൾക്കൊണ്ട തൗഹീദ്, ഇതിലൂടെ അവൻ നേടിയെടുത്ത ആ ജീവിത വിശുദ്ധി, ആ തഖ്വ, ആ ധാർമ്മിക ബോധം, അത് ഇല്ലെങ്കിൽ ഒരാൾ ഹജ്ജിന് പോയിട്ട് എന്തില്ല? കാര്യമില്ല എന്ന്. അപ്പൊ ഹജ്ജിന് പോകുന്ന ആൾക്ക് തഖ്വ വേണമെന്നാണ് ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബലികർമ്മം നടത്താറില്ല നമ്മൾ ഹജ്ജിന്റെ ഭാഗമായിട്ട്? നാട്ടിൽ ഇവിടെ ബലികർമ്മം നടത്താറുണ്ട്. അതുപോലെ ഹജ്ജിന് പോകുന്നവൻ അവിടെ ആളെ ഏൽപ്പിക്കൂല്ലേ കർമ്മം നടത്താൻ വേണ്ടി. എന്തിനാണ് ബലികർമ്മം നടത്തുന്നത്? നല്ല മാംസം കഴിക്കാൻ അല്ലേ? ഒരു ആഴ്ചയൊക്കെ തല്ലാച്ചിലൊക്കെ വെച്ചിട്ട് നല്ല മാംസം കഴിക്കാനാണോ ബലികർമ്മം? എന്തിനാ ബലികർമ്മം? ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകാൻ തയ്യാറായ അതിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ബലികർമ്മം നടത്തുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ബലികർമ്മം നടത്താൻ ഉദ്ദേശിക്കുന്ന ആ കന്നിന്
ആ മൃഗത്തിന് ചിലപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ. അത് ആരുടെ അടുക്കൽ നിന്നാണോ വാങ്ങിയത് അവിടെ തന്നെ നിർത്തും, അവിടെ നിന്നോട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ അന്നൊന്നും അറക്കുന്നില്ല, 11-നാണ് അറക്കണത്, അന്ന് അത് കൊണ്ടുവന്നുകൊണ്ട് കറി അല്ലേ. ജാഹിലിയ കാലഘട്ടത്തിൽ ബലിമൃഗത്തിന്റെ ഇത് ബലിമൃഗമാണ് എന്ന് അറിയാൻ വേണ്ടി അടയാളങ്ങൾ വെച്ചിരുന്നു. ആ അടയാളങ്ങളെ വരെ അറബികൾ ബഹുമാനിച്ചിരുന്നു. ഖലായിദ് എന്നാണ് ഖുർആൻ അതിന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബലികർമ്മം നടത്തി, ശരി, നല്ല മാംസമൊക്കെ വിതരണം ചെയ്തു അല്ലേ. വൈകുന്നേരം വിതരണമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ അതിൻ്റെ മെജ പറയും അല്ലേ. നമ്മൾ ഇത്ര കന്നുണ്ടായിരുന്നു, ഇത്ര മൃഗം ഉണ്ടായിരുന്നു, ഇത്ര കിലോ ആണ് നമ്മളെ പൊതി ഉണ്ടായിരുന്നേ. പക്ഷെ ഇതൊന്നും അള്ളാഹ് പരിഗണിക്കൂല എന്നാ ഖുർആൻ പറഞ്ഞത്. സൂറത്തു ഹജ്ജിൽ ബലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് എടുത്തു പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറുത്ത ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ പടച്ചവനിലേക്ക് എത്തുന്നില്ല, പടച്ചവൻ അത് പരിഗണിച്ചിട്ടേ ഇല്ല. പിന്നെ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, ആ ബലികർമ്മം നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച ആ തഖ്വയുണ്ടല്ലോ, അതാണ് പടച്ചവൻ പരിഗണിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്. അപ്പൊ എല്ലാ ആരാധനകളുടെയും മർമ്മം, അതിൻ്റെ ലക്ഷ്യം മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ പടച്ചവൻ കൽപ്പിച്ചതനുസരിച്ച് പ്രവാചകൻ നിർദ്ദേശിച്ചതനുസരിച്ച് അവൻ്റെ ജീവിതത്തെ നന്നാക്കി തീർക്കുക എന്നതാണ്. ഇതാണ് എല്ലാ ആരാധനകളുടെയും ലക്ഷ്യം, തഖ്വ ഉള്ളവരാവുക. അപ്പൊ എന്താ തഖ്വ? പണ്ഡിതന്മാർ പല നിർവചനവും പറഞ്ഞിട്ടുണ്ട് തഖ്വക്ക്. ഇംതിസാലു അവാമിരില്ല വഇജ്തിനാബു നവാഇഹി, അല്ലാഹ് കൽപ്പിച്ചത് പരമാവധി ജീവിതത്തിൽ നിലനിർത്തുക. അള്ളാഹു കൽപ്പിച്ചത് പരമാവധി ജീവിതത്തിൽ നിലനിർത്തുക. അള്ളാഹ് ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് വിലക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. ഇതാണ് തഖ്വക്ക് നൽകിയിട്ടുള്ള ഒരു നിർവചനം. അലി റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് പറഞ്ഞ ചില ഭാഗങ്ങൾ കാണാം. അതൊന്ന് നോക്കിയാൽ നമ്മൾക്ക് ഇങ്ങനെ മാർക്കിടാം, നമുക്ക് തഖ്വ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ടീച്ചർ ഇങ്ങോട്ട് വരി, ഇവിടേക്ക് വരാം. നോക്ക്, തഖ്വയുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് തിരിച്ചറിയാന് 4 ഘടകങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോന്നൊന്ന് പരിശോധിച്ചാൽ മതി. അതിൽ ഒന്നാമത്തെ ഭാഗം സ്രഷ്ടാവിനെ കുറിച്ചുള്ള ബോധമാണ്. സ്രഷ്ടാവിനെ കുറിച്ചുള്ള ബോധം. ആരാണ് സ്രഷ്ടാവ്? എവിടെയായിരുന്നു നമ്മൾ? സ്രഷ്ടാവ് എന്നുള്ളത് മറ്റൊരു ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. അള്ളാഹുവിനെ അറിഞ്ഞു ആരാധിക്കണം എന്ന ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നീ അറിയണം എന്നാ, കൃത്യമായി പഠിക്കണം എന്നാ. അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞു ആരാധിക്കുമ്പോൾ ആരാണ് അള്ളാഹു? നമ്മളുടെ സൃഷ്ടാവാണ്, മുൻഗാമികളെ സൃഷ്ടിച്ചവനാണ്, ആകാശങ്ങളെയും ഭൂമിയെയും സംവിധാനിച്ചവനാണ്, മഴ വർഷിപ്പിച്ചു തരുന്നവനാണ്, കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരുന്നവനാണ്. 5 കാര്യങ്ങൾ ഖുർആൻ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്തു ബഖറയിലെ 21-ാമത്തെ വചനത്തിൽ. ആ രീതിയിൽ റബ്ബിനെ അറിയണം, ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം. അതിന് 2 മേഖല ഉണ്ട്. ഒന്ന്, റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കണം ജീവിതത്തിൽ. പടച്ചവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ജീവിതത്തെ സ്വാധീനിക്കണം. 2, രണ്ടാമത്തെ ഭാഗം പടച്ചവന്റെ സ്രഷ്ടാവിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയുണ്ടാവും. ദുനിയാവിൽ ശിക്ഷിക്കും അല്ലാഹ്, ആഖിറത്തിലുണ്ട് അള്ളാഹിന്റെ ശിക്ഷ. ഇപ്പൊ ദുനിയാവിൽ വ്യക്തികളെ ശിക്ഷിച്ചിട്ടില്ലേ അല്ലാഹ്? ഖാറൂൻ വലിയ മുതലാളിയായിരുന്നു, ശിക്ഷിച്ചിട്ടുണ്ട്. ഹാമാൻ, ഫിറഔൻ, നമ്രൂദ്. സമൂഹങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട്. നൂഹ് അലൈഹി സ്വലാമയുടെ സമൂഹം മുതൽ ഇങ്ങോട്ട് കീഴ്പോട്ട് എടുത്താൽ സമൂഹങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട് അല്ലാഹ്. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അല്ലെ, വലാ യൂസിക്കു വസാഖഹു അഹദുന, പടച്ചവൻ ശിക്ഷിക്കുന്നത് പോലെ
ഒരാളും എന്ത് ചെയ്യൂല, ശിക്ഷിക്കുകയില്ല. അപ്പൊ റബ്ബിന്റെ ശിക്ഷയെ ഈ ഇഹലോകത്ത് തന്നെ ഭയപ്പെടുന്ന അവസ്ഥ നമ്മളുടെ ജീവിതത്തിലുണ്ടോ? അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, റബ്ബ് എന്നെ ശിക്ഷിച്ചാൽ. ഇപ്പൊ ഇതിൻ്റെ കയ്യിലുണ്ട്, ഇതിൽ ഒരുപാട് വേണ്ടാത്തരങ്ങളുണ്ട് ഇത് തുറന്നാൽ. പക്ഷെ ആ വേണ്ടാത്തരങ്ങൾ തുറന്ന് ഞാനിങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ബോധം വേണം, ഈ കാണുന്ന കണ്ണ് എൻ്റെ റബ്ബ് നൽകിയതാണ്. വേണമെങ്കിൽ നിമിഷം കൊണ്ട് ഈ കാഴ്ച തിരിച്ചെടുക്കാൻ ആർക്ക് കഴിയും? എൻ്റെ റബ്ബിന് കഴിയും. നിമിഷം കൊണ്ട്. പ്രഷറൊന്ന് കൂടിയാൽ മതി. ഒരു 22 ദിവസമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിലാണ്. കുറേ ഐസിയിലായിരുന്നു, കഴിഞ്ഞു. ആളൊരു അഡ്വക്കറ്റാണ്. ആൾക്ക് ചെറിയ തലവേദനയൊക്കെ ഉണ്ടായി. പിന്നെ ആ തലവേദനയെ കുറിച്ച് അയാളുടെ അനുജന്റെ ഭാര്യ ഡോക്ടറാണ്. ആ ഡോക്ടർ ഇയാളായിട്ട് സംസാരിച്ചപ്പോൾ, ആ മൂത്തച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ സംസാരത്തിൽ എന്തോ പന്തികേട് കണ്ടിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. മിംസിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം ചുങ്കത്തെത്തിയപ്പോൾ കാറിൽ തളർന്നു വീണു. അപ്പോൾ ഉടനെ അവിടെ ഒരു ക്രസന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കയറിയിട്ട് 35,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. എന്നിട്ട് നേരെ മിംസിലേക്ക് വിട്ടു. ദിവസങ്ങളോളം വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞെന്താ പറയുക, ആൾക്ക് മെഡുല്ലയിലാണ് സ്ട്രോക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അളവ് അവർ പറഞ്ഞത്, ഒരു മുട്ടുസൂചി കൊണ്ട് 2 കുത്തിട്ടാൽ എത്രയാണോ അത്രയേ ഉള്ളൂ ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ളത്, ക്ലോട്ടിങ് അത്രയേ ഉള്ളൂ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ അയാളുടെ അവസ്ഥ എന്തായാലും നിങ്ങൾ ഉമിനീരിറക്കാൻ പോലും കഴിയില്ല. അയാൾക്ക് 45 വയസ്സേ ഉള്ളൂ, ഉമിനീരിറക്കാൻ കഴിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. എന്ത് മെഡുല്ലയിൽ ഒരു മുട്ടുസൂചി കൊണ്ട് 2 കുത്തിട്ടാൽ എത്ര വലുപ്പം ഉണ്ടാവും, അത്ര ക്ലോട്ടിങ്ങേ വന്നിട്ടുള്ളൂ. അപ്പം ഓപ്പറേഷൻ ചെയ്തുകൂടെ, ചെയ്യാൻ പറ്റൂല. കാരണം അത്രയും ക്രിട്ടിക്കൽ ഏരിയയാണ്. ചെയ്താൽ ചിലപ്പോൾ അതിനേക്കാൾ വലിയ അപകടം ഉണ്ടാവും. ബാക്കിയൊക്കെ ഇങ്ങനെ ക്ലിയറായി വന്നിട്ടുണ്ട്. പക്ഷെ ഉമിനീരിറക്കാൻ കഴിയില്ല. വായിലുള്ള ഉമിനീര് ഇങ്ങനെ 2 ഭാഗത്തു കൂടി ഒലിക്കും. ഈ ഭാഗങ്ങളിലുള്ള നെർവ്സ് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, പൊളിഞ്ഞു പോയിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. ഇനി വർഷങ്ങളുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയായെങ്കിലായി. ഒരു ഞെട്ടൽ വരും ഇടക്കിടക്ക്. അതുകൊണ്ട് തന്നെ ഉറങ്ങാനും കഴിയുന്നില്ല. ഉറങ്ങുമ്പോഴേക്കും കണ്ണൊന്നിങ്ങനെ മാളി വരുമ്പോഴേക്കും ഒരു എക്കിട്ടെടുക്കുന്നത് പോലെ ആമ്പൊക്കെ ഇട്ടിട്ട് ഞെട്ടൽ വരും. അപ്പോൾ ഇതിന് സഡേഷൻ കൊടുത്തൂടെ എന്ന് ചോദിച്ചു കുടുംബത്തിൽപ്പെട്ട ചില ഡോക്ടർമാർ പറഞ്ഞത് കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. കാരണം സഡേഷനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റൂല, അറിയാൻ പറ്റൂല. അപ്പോൾ ആലോചിച്ച് നോക്കിയാട്ടെ മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ഇതിലെ നോക്കിയിട്ട് തോന്നിയാസം കാണുമ്പോൾ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് നോക്കിയിട്ട് ഇങ്ങനെ കാണുമ്പം എനിക്ക് ഭയം വേണം. ഈ ദുനിയാവിൽ എന്നെ പിടിക്കാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹ്. എൻ്റെ ജീവവായുവിൻ്റെ കണക്ഷൻ ആരെടുത്താ? എൻ്റെ റബ്ബിൻ്റെ അടുത്താണ്. എൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ ഈ ദുനിയാവിൽ വെച്ച് നിമിഷ നേരം കൊണ്ട് എന്നെ ശിക്ഷിക്കാൻ എൻ്റെ റബ്ബിന് സാധിക്കും എന്ന ബോധം, അത് തഖ്വയുടെ 1-ാം ഭാഗത്തിലെ ഒരു ഭാഗമാണ്. അതേ രീതിയിൽ പരലോകത്തും അള്ളാഹ് ശിക്ഷിക്കും. ഇന്ന് നരകശിക്ഷയെ തൊട്ട് കാവലിനെ ചോദിച്ച എത്ര ആൾക്കാരുണ്ട്? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. ഇബാദുർ റഹ്മാന്റെ ഗുണം പറഞ്ഞപ്പോൾ അവിടെ കുറച്ച് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, പടച്ചോനെ നരകശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആലോചിച്ച് നോക്ക്. നന്മ ചെയ്യാൻ സഹാബികളെ പ്രേരിപ്പിച്ചത് നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണം എന്ന ചിന്തയാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. എന്നിട്ട് എന്താ അവിടെ അടുത്ത വചനം എന്താണ്? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. ശിക്ഷ വ്യാപകമായ, മുഖമൊക്കെ ചുളിഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപഭോക്താക്കളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ
പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ച് നന്മ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ആ നരകത്തെക്കുറിച്ചുള്ള ഭയം, ആ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം നമ്മളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? അപ്പൊ നന്മ ചെയ്യും, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കും. ഇതാണ് തഖ്വയുടെ ഒരു ഭാഗത്തിന്റെ അരഭാഗം. അതിന്റെ അരഭാഗം മറ്റേതെന്താ? പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. പടച്ചവന്റെ പ്രതിഫലത്തെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകേണ്ടത്. ആരിലാ പ്രതീക്ഷ വെക്കേണ്ടത്? ഭാര്യയിൽ പ്രതീക്ഷ വെച്ചാൽ, ഭർത്താവിൽ പ്രതീക്ഷ വെച്ചാൽ, മാതാപിതാക്കളിൽ പ്രതീക്ഷ വെച്ചാൽ, നാട്ടിലെ മുതലാളിമാരിൽ പ്രതീക്ഷ വെച്ചാൽ, നമ്മൾക്ക് ജോലി ചെയ്യുന്ന കമ്പനിയിൽ പ്രതീക്ഷ വെച്ചാൽ ആ പ്രതീക്ഷയൊക്കെ എന്തായിരിക്കും? ഒരു നിമിഷം ചെയ്യും, പൊളിഞ്ഞു പോകും. പക്ഷെ ഫൈദാ ഫറഅ്ത ഫൻസബ് വഇലാ റബ്ബിക ഫറബ്. നിന്റെ റബ്ബിലാണ്, നിന്റെ സൃഷ്ടാവിലാണ് നിന്റെ കണ്ണും കാതും കരളും ആമാശയവും മസ്തിഷ്കവും കിഡ്നിയും ഒക്കെ കൃത്യമായി നിർവഹിച്ച് അത് ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്ന നിന്റെ റബ്ബിലാണ് നീ പ്രതീക്ഷ വെക്കേണ്ടത്. ആ റബ്ബിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടാവണം. ഇത് നമ്മളുടെ ജീവിതത്തിലുണ്ടോ? എങ്കിൽ നമ്മൾ നിർവഹിക്കുന്ന ഈ ആരാധനകളുടെ ചൈതന്യം, അതിൻ്റെ വിശുദ്ധി, ആ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറയും. രണ്ടാമത്തെ ഭാഗം അലി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചത് അൽ അമലു ബിത്തൻസീൽ എന്ന, ഇറക്കപ്പെട്ടതനുസരിച്ച് പ്രവർത്തനം ഉണ്ടാവണം. ഇറക്കപ്പെട്ടതനുസരിച്ച് പ്രവർത്തനം ഉണ്ടാവണം. എന്താ ഇറക്കപ്പെട്ടത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അല്ലേ? ഏതാ ലൈലത്തുൽ ഖദറിൽ ഇറക്കിയത്? ഏതാ? പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തനം ഉണ്ടാവണം. ഉണ്ടോ? ഖുർആൻ അനുസരിച്ച് പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? ഖറഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖറഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായിച്ചുല്ലേ? വെറും വായനല്ല, ആശയം ഗ്രഹിച്ച് വായിക്കുന്നതിനാണ് ഖറഅ എന്ന് പറയാ, അല്ലേ? അപ്പൊ ആ രീതിയിൽ ആശയം ഗ്രഹിച്ച് ഖുർആൻ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഗ്രന്ഥത്തിന്റെ പേര് ഖുർആൻ, ആശയം ഗ്രഹിച്ച് വായിക്കപ്പെടേണ്ടത്. അതിലെ ഒന്നാമത്തെ കൽപ്പന ഇഖ്റ, അല്ലെ? നീ വായിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആ ഗ്രന്ഥം ഇറങ്ങിയതിന്റെ പേരിലാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്, അല്ലെ? ഈ റമളാന്റെ പ്രത്യേകത എന്താ? മറ്റുള്ള 11 മാസങ്ങളെ അപേക്ഷിച്ച് റമളാന്റെ പ്രത്യേകത എന്താ? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലെ? സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന, ജനങ്ങൾക്ക് മാർഗദർശനമായി വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായ മാസം. ശരി, ആ ഖുർആനുമായിട്ടുള്ള നമ്മളെ ബന്ധം എന്താ? ഖുർആൻ അനുസരിച്ച് പ്രവർത്തനം വേണമെന്ന. ഖുർആൻ വായിക്കലുണ്ടോ? പഠിക്കാറുണ്ടോ? ജീവിതത്തിൽ പകർത്താറുണ്ടോ? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാറുണ്ടോ? 4 വേണം. വായിക്കണം, പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമ്മളെ സ്വഭാവം രൂപീകരിക്കേണ്ടത് എങ്ങനെയാ? നമ്മള് നബിയുടെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അഥവാ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞല്ലോ, ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, താങ്കൾ അത്യുത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന്. അപ്പൊ നോക്ക്, ആ ഖുർആനായിരിക്കണം നമ്മളുടെ സ്വഭാവം. ഒരാളാപ്പാന്റെ സ്വഭാവ, അമ്മാവന്റെ സ്വഭാവ, മൂത്താപ്പാന്റെ സ്വഭാവന്ന് പറയും, അല്ലെ? അല്ല, ഖുർആനായിരിക്കണം നമ്മളുടെ സ്വഭാവം. അപ്പൊ എന്തൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെ ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ടോ അതൊന്നും നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ അഹങ്കാരം, അസൂയ, കാപട്യം, പൊങ്ങച്ചം, ഉപഭോഗ സംസ്കാരം, ഇതൊക്കെ ഒഴിവാക്കണം എന്ന് ഖുർആൻ പറഞ്ഞ ദുസ്വഭാവങ്ങളാ. അതൊക്കെ ഒഴിവാക്കണം. എന്നാൽ ധർമ്മം, നീതി, അല്ലെ, സത്യസന്ധത, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് ആ ഖുർആൻ അനുസരിച്ച് അമലുമാണ്. ഖുർആൻ പഠിച്ചണ വായിക്കാറുണ്ടോ? ഇന്ന് ഖുർആനിൽ നിന്ന് എത്ര ആയത്ത് വായിച്ചു? വെള്ളിയാഴ്ചയായിരുന്നല്ലോ. എത്ര ആയത്ത് വായിച്ചു? റമളാനായി എത്ര വരെ ഖുർആൻ പാരായണം ചെയ്തു? അത് എപ്പോഴെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോ അല്ലേ. എന്നാ വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ അതിനൊക്കെ സമയം എത്ര?
ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഞാൻ പെട്ടെന്ന് നിർത്തും, ടീച്ചർക്കും സംസാരിക്കാണ്ട്. ഖുർആനിൽ ഒരു വചനം, സൂറത്തു ഫുസ്സിലത്തിലെ 53-ാമത്തെ വചനം. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ ഞാൻ തെളിവുകൾ കാണിച്ചു തരും, നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ ഞാൻ തെളിവുകൾ കാണിച്ചു തരും, നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ തെളിവ് കാണിച്ചു തരും, എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്, ഖുർആൻ സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഖുർആൻ സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ആ വിധത്തിൽ പ്രപഞ്ചത്തിലുള്ള തെളിവുകളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളുടെ ശരീരത്തിലുണ്ട് ചിലതൊക്കെ. നേരത്തെ പറഞ്ഞു, കരളിന്റെ വില എത്ര? ഒരു ബീഫിന്റെ കരൾ വാങ്ങണ കഥല്ല പറഞ്ഞ്. നമ്മളെ കരളിന്റെ വില എത്ര? നമ്മളെ കരള് കേടുന്നു, നമുക്ക് പറ്റിയൊരു കഷ്ണം കരൾ ആരോ തന്നു, അത് ഓപ്പറേഷൻ ചെയ്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എത്ര റുപ്യ കൊടുക്കണം ഹോസ്പിറ്റലില്? ഇപ്പൊ എത്ര വില? 50 ലക്ഷം അപ്പത്തെ ചാർജ്, ഹോസ്പിറ്റൽ ചാർജ്. കരള് കേട് വന്ന, ഒരു മഞ്ഞപ്പിത്തം വന്നാലേ കഴിഞ്ഞു. 500 വർക്ക് നടത്തുന്നുണ്ട് ഈ കരള് ദിവസം. ഈ കരള് കേട് വന്നാൽ പിന്നെ ഒന്നിനും പറ്റൂല മനുഷ്യനെ. ആരാണ് ഈ കരള് തന്നത് നമുക്ക്? 50 ലക്ഷം പോരാ. ആ 50 ലക്ഷത്തിന് പുറമെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ റൂം എടുത്ത് കൂടണം. ഇൻഫെക്ഷൻ വരാൻ പാടും സാധ്യതകളുണ്ട്. അതിന് ലക്ഷങ്ങൾ വേറെ മുടക്കണം. അപ്പൊ ഈ ലക്ഷങ്ങൾ വിലയുള്ള കരള് നമുക്ക് തന്നിട്ട് ആരാണ് അത് കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നത്? ആരാണ്? അള്ളാഹു ആണല്ലേ, തർക്കമില്ലല്ലോ. ശരി, ആ അള്ളാഹുവിന്റെ കലാമിന്റെ മൊബൈലിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്, ഷോക്കേസിലുണ്ട്, പള്ളിയിലുണ്ട്, സുലഭമായി ലഭ്യമാണ്. എന്നിട്ട് ഞാനത് വായിച്ചോ, ഞാനത് പഠിച്ചോ, ഞാനത് പകർത്തിയോ, ഞാനത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തോ? കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹ് വെറുതെ വിടുക? വിടൂല കേട്ടോ, യാതൊരു സംശയമില്ല, വിടൂല. നമ്മളുടെ മസ്തിഷ്കം അല്ലെ, കണ്ണ്, കാതിലാണ് കയ്യും വീശി നടക്കാനുള്ള ബാലൻസ്. പൂതി തീരുവോളം, ആഗ്രഹം തീരുവോളം വെള്ളം കുടിക്കണമെങ്കിൽ കിഡ്നി കൃത്യമായി ഫങ്ഷൻ ചെയ്യണം. ചമ്മാടുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ കിഡ്നിക്ക് ക്യാൻസർ വന്നു. 3-ൽ 1 ഭാഗം കട്ട് ചെയ്തു കളഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സുഖമായി, അൽഹംദുലില്ലാ. പക്ഷെ ഞാൻ അടുത്ത കാലത്ത് അവനടുത്ത് പോയപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ട് ഇപ്പൊ? അദ്ദേഹം പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു വേദന ഉണ്ട് കാരണം. അപ്പൊ എന്താ വേദന ചോദിച്ചു ഞാൻ. അപ്പൊ പറഞ്ഞു, കിഡ്നി കട്ട് ചെയ്യാൻ വേണ്ടി വാരിയെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. കാരണം അവിടെ കൊണ്ടുപോയിട്ട് അള്ളത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ വാരിയല് കട്ട് ചെയ്ത വാരിയലൊന്നും ചെയ്തിട്ടില്ല, അത് അങ്ങനെ വീണ്ടും എന്ത് ചെയ്തോളും, ചേർന്നോളും എന്നാണ് എന്ത് ചെയ്തത് ഡോക്ടർമാർ പറഞ്ഞത്. അവിടെ ഭയങ്കര വേദന ഉണ്ട്. ആലോചിക്കട്ടെ, ഈ കിഡ്നി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം തീരുന്നത് വരെ, ദാഹം തീരുന്നത് വരെ വെള്ളം കുടിക്കാൻ പോലും കഴിയില്ല. അപ്പൊ ആരാണ് ഇതൊക്കെ സംവിധാനിച്ചു തന്നത്? ഇതൊക്കെ സംവിധാനിച്ച് ഇതൊക്കെ കൃത്യമായി ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്ന റബ്ബിന്റെ കലാമ് നമ്മളുടെ മുമ്പിലുണ്ടായിട്ട് അത് വായിക്കാനും പഠിക്കാനും പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ തഖ്വ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. 6236 വചനമുള്ളത്. 6236. ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരായത്ത് പഠിച്ചിരുന്നുവെങ്കിൽ 18 വർഷം മതി ഖുർആനിലുള്ള വചനങ്ങൾ വായിച്ചു തീർക്കാൻ. അത്യാവശ്യം ആശയം അറിയാവുന്ന വിധത്തിൽ പഠിക്കാൻ. 24 മണിക്കൂറിൽ ഒരായത്ത്. ടൈം ടേബിൾ ഉണ്ട് നമുക്ക്? ഉണ്ടായിനില്ലേ പുസ്തകം തെക്കാൻ? അല്ല, ടൈം ടേബിൾ വേണം. 24 മണിക്കൂർ എങ്ങനെ ഒരു ദിവസം ഉപയോഗിക്കുന്നത്? ഇതിങ്ങനെ തോണ്ടി തോണ്ടി കുത്തിർക്കുകയാണോ? 24 മണിക്കൂർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഒരു 6 മണിക്കൂർ ഉറങ്ങണം, ആരാധനകൾക്കുള്ള സമയം നിർണയിക്കണം, അല്ലെ? അള്ളാഹിന്റെ കലാമ് വായിച്ചു പഠിക്കാനുള്ള സമയം വേണം, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമയം നിർണയിക്കണം, അല്പം വ്യായാമം വേണം. ഇങ്ങനെ ഓരോന്നിനും സമയം നിർണയിച്ചിട്ട് ദിവസത്തിന് ടൈം ടേബിൾ വേണം. 24 മണിക്കൂർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? അതിൽ ഖുർആൻ പഠിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരായത്ത് പഠിച്ചിരുന്നുവെങ്കിൽ 18 വർഷം കൊണ്ട് ഖുർആനിലെ വചനങ്ങളുടെ അത്യാവശ്യ ആശയങ്ങൾ പഠിക്കാമായിരുന്നു. പക്ഷെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ തഖ്വ, ആ വിശുദ്ധി നമ്മളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. മൂന്നാമത്തെ ഭാഗം,
പടച്ചവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലെ, ഒരുപാട് അനുഗ്രഹങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്ന് റബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്തു ഇബ്രാഹിമിലെ 7-ാമത്തെ വചനം, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസിദന്നക്കും, കൂട്ടിത്തരും, ഞാൻ കൂട്ടിത്തരും. വലയിൻ കഫർത്തും, നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനാണ് കേട്ടോ, ഓർത്തോളിയുണ്ടിന്ന്. അപ്പൊ അള്ളാഹുവിന്റെ കലാമ് വായിക്കുക, പഠിക്കുക, പകർത്തുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതൊക്കെ നമ്മൾ അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. 4-ാമത്തെ ഭാഗമായി പറഞ്ഞത് യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നാണ്. അൽ-ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര അല്ലേ, പെരുന്നാൾക്ക് ടൂറൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും, ഇപ്പം തന്നെ ഒരുങ്ങിയിട്ടില്ലേ, എവിടെ പോണം അവിടെ പോണം, അല്ലെങ്കിൽ വേറെയുള്ള യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ടൂറിനാണോ? അല്ല, മരണത്തോടു കൂടി തുടങ്ങുന്ന ഒരു യാത്ര ഉണ്ട്. പാട്ടുകാരൻ പറഞ്ഞില്ലേ, കെട്ടുകൾ 3 കെട്ടില്ലേ, കട്ടിലിൽ നിന്നെയും കേറ്റി. ആ യാത്രക്ക് മടക്കല്ല, അവിടെ കൊണ്ടുവച്ചിട്ട് പോരും. ഒരുങ്ങിയതിന് വാപ്പ മരിച്ചാൽ ബാക്കിയുള്ളവർ ചോദിക്കെന്താ ഇനി അങ്ങക്കാരാളുള്ളത് അല്ലേ. ഉമ്മ മരിച്ചാൽ കുട്ടികളും വേറുള്ളവരും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ആളെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. നാട്ടുകാരും അങ്ങനെ തന്നെ. ഓ മേമാക്ക മരിച്ചു, പാവട്ടോ, 8ഉം പൊട്ടും തിരിയാത്ത കുറച്ച് കുട്ടികളുണ്ട് അയാൾക്ക്, ഇനിയിപ്പോ ആരാണ് ആ മക്കൾക്ക് അല്ലേ. മരിച്ച ആളെ കുറിച്ച് പടച്ചോൻ, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ മകള് മരിച്ചു, ആ 6 അടി ഖബറിൽ കൊണ്ടുപോയി വെക്കും അല്ലെ. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാൽ അതു നീ വാവിട്ടു കരയേണ്ടതാ, മേടക്കു പകരം മാളമാ സുബ്ഹാനെ, കിടക്കേണ്ടതാ അതിലും പെരുത്ത് സമാനെ, മണ്ണിന്റെ തലയണയാണ് അതിൽ നിനക്കുള്ളത്, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ആ ഖബറിനെ കുറിച്ച് വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നല്ല മഴ പെയ്യുമ്പോൾ ഒരു ജനാസയിൽ പങ്കെടുത്തു. പള്ളിപ്പറമ്പിൽ നല്ല ഉറവെടുക്കുന്നുണ്ട്, നല്ല വെട്ടുകല്ലാണ്, കുഴിയൊക്കെ കുത്തി, കീഴ്ക്കുഴിയിൽ വെള്ളം നിറഞ്ഞു. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മയ്യത്ത് അവിടെ കൊടുന്ന് വെച്ചിട്ട് സീറ്റ് കൊണ്ട് മൂടിയിട്ട് ഈ കുഴിയിലെ വെള്ളം പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് എംസാൻഡൽ കൊടുന്ന് വിതറിയിട്ട് മയ്യത്താണ്ട് വെച്ചു. പക്ഷെ കുരുടീസ് വെക്ക് തീരുന്നതിൻ്റെ മുമ്പ് മയ്യത്ത് വെള്ളത്തിലായി. മക്കളൊക്കെ അവിടെയും ഇവിടെയും പോയിരുന്ന് കരയാൻ തുടങ്ങി. ആലോചിച്ച് നോക്കിയാട്ടെ, ആരുണ്ടാവും അവിടെ? ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു യാത്രയുണ്ട്, മരണത്തോടു കൂടി തുടങ്ങുന്ന യാത്രയുണ്ട്. ആ യാത്രയിൽ നമ്മളുടെ അമലുകൾ മാത്രമാണ് നമ്മളോടൊപ്പം ഉണ്ടാവുക. നമ്മൾ ഇവിടെ ചെയ്ത റബ്ബ് കൽപ്പിച്ച ആ നല്ല കർമ്മങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവും, നമുക്ക് കൂട്ടായിട്ട്. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ആരാധനകളിലൂടെ നേടിയെടുക്കേണ്ട തഖ്വ, ആ വിശുദ്ധി നേടിയെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാവുന്നതാണ്. ആ രീതിയിൽ ജീവിതത്തെ നമ്മൾ നിർവഹിക്കുന്ന ആരാധനകളിലൂടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് നാളെ പരലോകത്തിൽ ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരണമേ നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെല്ലാം പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഫാസിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന്, അവരുടെ ഷെറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും ഈ രാജ്യത്തെയും രാജ്യക്കാരെയും കാത്തുരക്ഷിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.